നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. എത്ര ആപ്ലിക്കൻസ് ആണ് എക്സാം എഴുതാനായിട്ടുള്ളത് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മുടെ മുൻപിൽ 100 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. ഈ 100 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇനിയും സ്ട്രാറ്റജി, നമ്മുടെ പഠന സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഡിഗ്രി പ്രിലിംസ് 100 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതായത് ഈ 100 ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം 576/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഇന്ന് 4-ാം തീയതിയാണ്, ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ്. ഇന്നു മുതൽ നമുക്ക് ഏകദേശം പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു മെയ് മാസം 15-ാം തീയതി ആരംഭിക്കുന്നുവെന്ന് പ്രതീക്ഷിച്ചാൽ, പ്രതീക്ഷ മാത്രമാണ്. മെയ് തൊട്ട് ജൂലൈ വരെയാണ് പ്രിലിമിനറി നടക്കുക എന്നുള്ളതാണ് PSC കലണ്ടറിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം മെയ് തൊട്ട് ജൂലൈ വരെയാണ് സമയം. അതിലൊരു മെയ് 15 നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ഇനി ഒരു 24 ദിവസം കൂടെ കിട്ടും. അതേപോലെ തന്നെ മാർച്ച് ആണെങ്കിൽ ഒരു 31 ദിവസം കിട്ടും. ഏപ്രിൽ ആണെങ്കിൽ അവിടെ ഒരു 30 ദിവസം കിട്ടുന്നുണ്ട്. അതിനുശേഷം മെയ് മാസത്തിൽ ഒരു 15 ദിവസം കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ ആകെ 100 ദിവസങ്ങളാണ് എക്സാമിന് വേണ്ടിയിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ 100 ദിവസങ്ങളിലേക്കായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മളുടെ ആ ഒരു പഠനത്തെ ക്രമീകരിക്കാൻ. അപ്പം വെറുതെ വാരി വലിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇച്ചിരി ഹെക്റ്റിക് ആയിട്ട് മാറും. അപ്പം നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ട് പ്രിലിമിനറി എക്സാമിന് വേണ്ടി പഠിക്കണം. പക്ഷെ പ്രിലിമിനറിക്ക് മാത്രമായിട്ടും പഠനമായി പോകരുത്. കാരണം മെയിൻസ് എക്സാമിനേഷൻ ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് പ്രിലിമിനറി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്ത് ആ ഒരു മെയിൻസ് എക്സാമിലേക്ക് വീണ്ടും ഒരു മാസത്തെ സമയം കൂടി മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം ആ ഒരു മാസം കൊണ്ട് നമ്മൾ മെയിൻസിനും പ്രിപ്പയർ ചെയ്യണം. അപ്പം പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ ഒരേ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യുക, പഠിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ, മെയിൻസിന്റെ പേപ്പർ 2 ആയിക്കോട്ടെ, പേപ്പർ 1 എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ ആയിക്കോട്ടെ, അതിൽ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുക. കാലിബറുള്ള കുട്ടികൾ, കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ പഠിക്കുക. അല്ലാത്തവർ, തുടക്കക്കാരാണ് എങ്കിൽ കുറച്ചല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ പ്രിലിമിനറിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോയാൽ ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 2025 ഇതിൽ ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്ന് 50 മാർക്കും, മാത്സ് ഇംഗ്ലീഷ് മലയാളം ഭാഗത്ത് നിന്ന് 50 മാർക്കും, ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പൊ ഇവിടെ ഡിഗ്രി പ്രിലിംസിന്റെ രാജാവെന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം തന്നെയാണ്. ഓക്കെ, ഡിഗ്രി പ്രിലിംസിന് ക്ലിയർ ചെയ്യാനായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് തരുന്ന ഘടകങ്ങളാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം. ഈ 50 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ് എങ്കിൽ ബാക്കി GKയിലെ സെലക്റ്റീവ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ കഴിയും, പ്രിലിമിനറി കിടക്കാനായിട്ട് കഴിയും. അതിന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ മാത്സിന്റെ സിലബസ് ഒന്ന് പരിശോധിച്ചാൽ 10 മാർക്കാണ് സിമ്പിൾ മാത്സിൽ നിന്ന് വരിക. അതായത് മാത്സിനെ 2 കാറ്റഗറി ഉണ്ട്, മെന്റൽ എബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ്, സിമ്പിൾ അരിത്തമെറ്റിക് ഉണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്ന് 10 മാർക്കും അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 10 മാർക്കും. ഇവിടെ നിങ്ങൾ എല്ലാ ടോപ്പിക്കുകൾക്കും തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കണം. കാരണം ഇതെല്ലാം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചോദ്യം ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. 12ഓളം ടോപ്പിക്കുകളാണ് അരിത്തമെറ്റിക്, സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്ന് ചോദിക്കുക. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രപ്പോർഷൻ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോ ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ. ഈ പറയുന്ന 12 ടോപ്പിക്കും നിങ്ങൾ തുല്യ പ്രാധാന്യത്തോടുകൂടി എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ ചെയ്യണം. കാരണം ഇവിടെ മാത്സും ഇംഗ്ലീഷ് മലയാളവും സ്കിപ്പ് ചെയ്യാനില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം എന്ത് ചെയ്യും, കിട്ടുക തന്നെ ചെയ്യും. ഇനിയും മെന്റൽ എബിലിറ്റിയിലേക്ക് വന്നാൽ അവിടെയും ഒരു 10 മാർക്കുണ്ട്. സീരീസസ്, പ്രോബ്ലംസ് വിത്ത് മാത്തമാറ്റിക്കൽ സൈന്, പിന്നെ നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിങ്, അനലോഗി, ഓഡ് മാൻ ഔട്ട്, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ഫാമിലി റിലേഷൻ, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ദെൻ ക്ലോക്കിന്റെ ടൈമുമായി ബന്ധപ്പെട്ട റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡേറ്റ് ആൻഡ് കലണ്ടർ, പിന്നെ ക്ലറിക്കൽ എബിലിറ്റി. അപ്പൊ ഇവിടെ 13 സെക്ഷൻ ഉണ്ട്. അപ്പൊ ഈ മാത്സിന്റെ റീജിയൻ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. കൃത്യമായിട്ട് 100 ദിവസവും മാത്സിന് വേണ്ടി സമയം ചെലവഴിക്കുക. ആദ്യത്തെ ഒരു 3-4 മാസം കൊണ്ട്, 3-4 അതായത് ഒരു 30-40 ദിവസം കൊണ്ട്
30-40 ദിവസം കൊണ്ട് മാത്സിന്റെ സിലബസിലുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി 1 by 1 ആയിട്ട് കണ്ട് പഠിച്ചു പോകുക. അത് ഞാൻ ഇങ്ങനെ പറയുന്നുവെങ്കിലും 100 ദിവസം കൊണ്ട് മാത്സ് തീർത്തു വരിക എന്നുള്ളതാണ്. അതിലൊരു ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം പ്രാക്ടീസ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് അതിനോടൊപ്പം തന്നെ റിവൈസ് ചെയ്ത് പോയാൽ അവസാനം ആകുമ്പോഴത്തേക്കും ടോപ്പിക്സും തീരും. എന്താണ്, മാത്സിൽ നല്ലൊരു തറവും കിട്ടും. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിന്റെ കാര്യവും. അവിടെയും 20 മാർക്കുണ്ട്. ഗ്രാമറിൽ നിന്ന് 10 മാർക്കും വൊക്കാബുലറിയിൽ നിന്ന് 10 മാർക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൊക്കാബുലറി എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ദിവസവും വൊക്കാബുലറി കൃത്യമായിട്ട് പഠിച്ചു പോവുക. എല്ലാ ദിവസവും പറ്റുന്നതിന്റെ മാക്സിമം സമയം എന്ത് ചെയ്യുക, വൊക്കാബുലറിക്ക് വേണ്ടി മാറ്റിവെക്കുക. കഴിയുന്നത്ര എഫോർട്ട് വൊക്കാബുലറി കിട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ വൊക്കാബുലറി എല്ലാ ദിവസവും കുറേശ്ശെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അവസാനം ആകുമ്പോഴത്തേക്കും വൊക്കാബുലറിയിൽ നമുക്കൊരു എഡ്ജ് കിട്ടും. ഇനിയും ഗ്രാമറിലേക്ക് വന്നാലോ, ഗ്രാമറിൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ അവസാനം വരെയും ക്ലാസ്സുകൾ കണ്ടും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ ചെയ്തും അവിടെയും നിങ്ങൾ തറവാക്കുക. ഇവിടെയൊന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ടൈപ്സ് ആൻഡ് sentences അല്ലെ, ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ്, ദെൻ ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഡെഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റീസ് ആൻഡ് ജെറൻസ്, ടെൻസസ്, കണ്ടീഷണൽ സെന്റൻസ്, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടത്, പ്രപ്പോസിഷൻ, ദെൻ കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ്, ദെൻ കറക്ഷൻ ഓഫ് സെന്റൻസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ്, ഇല്ലെങ്കിൽ ഈ ഒരു 15 റീജിയൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് നമുക്ക് എഡ്ജ് തരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ 10 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, എഫോർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. ദെൻ അതേപോലെ തന്നെ വൊക്കാബുലറി എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, വൊക്കാബുലറി കൂടുതൽ. ഇതിൽ ഈ പറയുന്ന സിംഗുലർ ഒന്നും പഠിക്കാൻ വലിയ പാടില്ല. സിംഗുലർ ആൻഡ് പ്ലൂറൽ ഒക്കെ വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റും. കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസും അന്റോണിംസുമാണ് ഇവിടെ ഇച്ചിരി പ്രയാസമായിട്ട് പഠിക്കാൻ വരിക. അപ്പോൾ അതെല്ലാ ദിവസവും നല്ല എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും. ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, കൺഫ്യൂസിങ് വേർഡ്സ്, സ്പെല്ലിംഗ് ടെസ്റ്റുകൾ, ഇഡിയംസ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷും നിങ്ങൾ മുഴുവൻ ഫോക്കസ് കൊടുക്കാം. ഇനി മലയാളത്തിലേക്ക് വന്നാൽ അവിടെ 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായപദം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുത്ത്, ദെൻ പിരിച്ചെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, ഘടകപദം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അഷ്വർ ചെയ്ത് 5-6 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ആ മാർക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ, അതിന് പുറത്തേക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള പ്രാക്ടീസ് ആണ് അവിടെ വേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, വൊക്കാബുലറി ഭാഗങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നിങ്ങളുടെ തന്നെ വോയിസിൽ അത് കേട്ടോണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് നമുക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ മാത്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ദെൻ മലയാളം, ഈ 3 റീജിയൻസിനും നിങ്ങൾ തുല്യ പ്രാധാന്യം ഈ 100 ദിവസവും കൊടുക്കണം. എല്ലാ ദിവസവും നിങ്ങൾ തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്, 50 മാർക്കിന്റെ റീജിയൻ സേഫ് ആവും. ഓക്കെ, ഈ 50 മാർക്ക് റീജിയൻ സേഫ് ആവും. ഇത് കൂടാതെ നിങ്ങൾ ഒരു 3 സബ്ജക്റ്റിനും കൂടി എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം GK-യിൽ നിന്ന്. അതിലൊന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. 5 മാർക്കിന്റെ റീജിയൻ ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സിലബസ് കുറവാണ്. ഓക്കെ, ഇത്രയും സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്, 5 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ്, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാന്, നീതി ആയോഗ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പറ്റിയിട്ട്, RBI പറ്റിയിട്ട്, പിന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഭാഗങ്ങളും കാണും. അതേപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കാണും. ഈ 2 റീജിയൻസിനും ഒരേ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പഠിച്ച് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. 5 മാർക്ക് തന്നെയാണ് അവിടെയും സിലബസ് വളരെ ചെറുതാണ്. നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന, മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, എമർജൻസി ലിസ്റ്റുകൾ, ഇത്രയും ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ്, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം, ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. അമെൻമെന്റ്സിന് അതിൽ തന്നെയാണെങ്കിൽ 42, 44, ദെൻ 51, ദെൻ അതേപോലെ തന്നെ 86, ദെൻ 73, 74, 91, 101 തൊട്ട് 106 വരെയുള്ള അമെൻമെന്റുകൾ. ഈ അമെൻമെന്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്താണ്,
ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പം ഈ പറയുന്ന പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ എല്ലാം തന്നെ നിങ്ങൾ തറവായിട്ട് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് അവിടെ നിന്നൊരു മാർക്ക് കിട്ടും. അതായത് ഞാൻ പറയുന്ന എല്ലാ അമെൻമെന്റുകളും പഠിക്കണം, 1 മുതൽ 106 വരെയുള്ള പ്രധാനപ്പെട്ട അമെൻമെന്റുകളൊക്കെ പഠിക്കണം. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില അമെൻമെന്റുകൾ കൂടി എന്ത് ചെയ്യുക, കുറച്ചുകൂടി സ്ട്രെയിൻ കൊടുത്ത് കുറച്ചുകൂടി സ്ട്രെസ് കൊടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, 52 ആണ് കേട്ടോ, 52 ആണ് അമെൻമെന്റ്, 52nd അമെൻമെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഈ 5 മാർക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് IT. ITക്ക് 5 റീജിയനുകളുണ്ട്, 5 മാർഗമുണ്ട്. അപ്പൊ 5 റീജിയൻസിനും സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് കണ്ടന്റേ ഉള്ളൂ, വളരെ വേഗത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഹാർഡ്വെയർ 1, സോഫ്റ്റ്വെയർ 2, കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ പറ്റി, ഇന്റർനെറ്റിനെ പറ്റി, സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് വളരെ വേഗം ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന, വളരെ സമയം വളരെ കുറച്ച് കൊടുത്താൽ നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇത്രയും പഠിച്ചാൽ, അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം 50 മാർക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് IT 15 മാർക്കും, അങ്ങനെ ആകെ 65 മാർക്കിന്റെ റീജിയൻ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഓക്കെ, 65 മാർക്ക്, അതായത് ഭൂരിഭാഗവും ഒരു 3/4 ഭാഗവും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വരും. പിന്നീടുള്ള 35 മാർക്ക് അത് നിങ്ങൾ വളരെ സെലക്റ്റീവായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ആ 35 മാർക്കിന് വേണ്ടി ഒരുപാട് കടന്നു പിടിച്ചാൽ ബാക്കിയുള്ളതിൽ, അതായത് ബാക്കി 65 മാർക്കിൽ നമ്മൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് 65 മാർക്ക് സേഫ് ആണ്, അതിൽ യാതൊരു കളിയുമില്ല. കൃത്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുക. ബാക്കിയുള്ള 35 മാർക്കിനെ വളരെ സെലക്റ്റീവായിട്ട് മാത്രം എന്ത് ചെയ്യുക, സമീപിക്കുക. അതായത് ഒന്ന് ഹിസ്റ്ററിയാണ്, 10 മാർക്കിന്റെ റീജിയനാണ്. അതിൽ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും നല്ല ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കുക. പക്ഷേ ഇന്ത്യൻ ഹിസ്റ്ററി പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്കിപ്പ് ചെയ്ത് പഠിച്ചാലും അവിടെ പ്രശ്നമില്ല. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുകയല്ല. ഇന്ത്യൻ ഹിസ്റ്ററി കുറച്ച് സ്കിപ്പ് ചെയ്ത് പഠിക്കാമെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് കേരള ഹിസ്റ്ററിയിൽ നിന്നും വേൾഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും. അതേപോലെ തന്നെ ജോഗ്രഫിയിലേക്ക് വന്നാലോ 5 മാർക്കിന്റെ ടോപ്പിക്കാണ്, പക്ഷെ കുറെ അധികം പഠിക്കാനുണ്ട്. അവിടെയും നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫി നന്നായിട്ട് പഠിക്കുക. കേരള ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കുറച്ച് സെലക്റ്റീവായി സ്കിപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അത് ഓരോരുത്തർക്കും പഠിക്കാനുള്ള ഇഷ്ടം അനുസരിച്ച് സ്കിപ്പ് ചെയ്ത് സെലക്റ്റീവായിട്ട് പഠിക്കുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന റിവേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റിവേഴ്സിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ ഹിസ്റ്ററിയിലും ആദ്യം കിടക്കുന്ന നോർത്ത് മൗണ്ടെയിൻസ്, നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻ പോലെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം. കേരള ഹിസ്റ്ററിയുടെ ഫിസിയോഗ്രഫി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് ഒരു സ്കിപ്പ് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഈ വാട്ടർ വേസ്, നമ്മുടെ നാഷണൽ വാട്ടർ ഹൈവേസ്, അതുകൂടി ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് ജോഗ്രഫിയിൽ ചെയ്യാൻ കഴിയുന്നത്. ഇനിയും സിവിക്സിലേക്ക് വന്നാൽ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ ഭാഗങ്ങൾ കിടപ്പുണ്ട്. 5 മാർക്കാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഭാഗങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ലോകായുക്ത, പിന്നെ ഗവൺമെന്റ് അതിന്റെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേഷൻ, ഇലക്ഷൻ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇത്രയും എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും സിവിക്സിന്റെ ഭാഗത്തു നിന്ന് പഠിക്കണം. അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സമയം എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ കഴിയും. ഇനി ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ കറണ്ട് അഫെയർ റീജിയനാണ്. 10 മാർക്കുണ്ട്, അവിടെ കറണ്ട് അഫെയറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡുകൾ, മറ്റെന്തെങ്കിലും ഫംഗ്ഷനുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കൃതികൾ, കഥാപാത്രങ്ങൾ, അതിനൊക്കെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്തില്ല, ഒരുപാട് സമയം പോകത്തില്ല. അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ട്രോഫികൾ, കിടക്കുന്ന അവാർഡുകൾ, ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാന ഇനങ്ങൾ, കളിക്കാരുടെ എണ്ണം, അതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വേഗത്തിൽ പഠിച്ചു വെക്കുക. ബാക്കി കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പ്രശസ്തമായ വരികൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. ജ്ഞാനപീഠം മലയാളികൾ പഠിക്കാം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ അല്ലേ? സംസ്കാരം, സാംസ്കാരികവുമായി ബന്ധപ്പെട്ട് ഇവിടെ കിടക്കുന്ന സാംസ്കാരിക നായകന്മാർ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സംഭാവനകൾ, സാംസ്കാരിക നായകന്മാരും അവരുടെ സംഭാവനകളും അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് തന്നെ പഠിക്കുക. വൈകുണ്ഠ സ്വാമികൾ, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു, നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ, സഹോദരൻ അയ്യപ്പൻ, അങ്ങനെ പറയുന്ന കുറെ അധികം ആളുകൾ, അവരെ പറ്റി സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അതിൽ തന്നെ ശ്രീനാരായണ ഗുരുവും നമ്മുടെ വൈകുണ്ഠ സ്വാമിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ്, ചട്ടമ്പി സ്വാമികളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ സെറ്റ് ചെയ്യാം. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ 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 ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. 5 മാർക്കിന് വേണ്ടി ഒരുപാട് കിടന്ന് തൂങ്ങരുത്. അതായത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രണ്ടാമത്തെ റീജിയൻ ഉണ്ടല്ലോ, ISRO, DRDO, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ റിലേറ്റഡ് എല്ലാ ഫാക്ടുകളും, എല്ലാ പദ്ധതികളും പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ എനർജിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജീസിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഈ കിടക്കുന്ന ഒരു ഭാഗം,
നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുമായി കിടക്കുന്ന ഭാഗം, ഇവിടെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കാരണം ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നേരത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. എത്ര ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടത്. അങ്ങനെ 35 മാർക്കിനെ വളരെ സെലക്റ്റീവായിട്ട് മാത്രം പഠിക്കുക, വളരെ വളരെ സെലക്റ്റീവായിട്ട് മാത്രം പഠിക്കുക. അത്രയും അതിനകത്തിൽ കിടന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാകും. അങ്ങനെ മാത്രം പഠനത്തെ കാണുക. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് മലയാളം മാത്സ് 50 മാർക്ക്, അതേപോലെ തന്നെ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ IT 15 മാർക്ക്. ഇത് സേഫ് ആക്കുക, പക്കയാക്കുക. ബാക്കിയുള്ള 35 മാർക്ക് സെലക്റ്റീവ് സ്റ്റഡിയിലൂടെ മാത്രം നേടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രിലിമിനറി 100 ദിവസം കൊണ്ട് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം ഈ സബ്ജക്ട്സിനെ സമീപിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠനം ആ രീതിയിൽ കൊണ്ടുപോവുക. ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൂടി നോക്കി പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. അതിനായിട്ട് നമ്മുടെ ഒരു സൂപ്പർ ബാച്ച്, ഡിഗ്രി ബാച്ച് മന്ത്ര 2025 നിലവിൽ അവൈലബിൾ ആണ്. 4999 രൂപയാണ്. പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ വരെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കും. പ്രിലിമിനറി ഉണ്ടാകും, മെയിൻസ് ഉണ്ടാകും, ഇന്റർവ്യൂ വരെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ വിവരങ്ങളും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ആണേ? അപ്പൊ നന്നായിട്ട് പഠിക്കുക. പറ്റുന്ന മാക്സിമം സമയം എഫോർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. 350+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷനുകൾ കാണും. 50+ അവേഴ്സിന്റെ ലൈവ് സെഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനായിട്ട് ഉണ്ടാകും. UPSC മോഡൽ ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്തിൽ ഉണ്ടാകും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെന്റർ സപ്പോർട്ട് ഉണ്ടാകും. അമൽ സാറിന് നേരത്തുള്ള മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടാകും. PDF നോട്ടുകൾ, കൃത്യമായിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന PDF നോട്ടുകൾ ഉണ്ടാകും. ഓക്കെ, അത്തരത്തിലെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ളൊരു എക്സാം പാറ്റേണിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ബാച്ച് ആയിരിക്കും ഇത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.